ഹൈ ഗൈസ്, ക്യാപ്കട്ടിൻ്റെ ബേസിക് ടു അഡ്വാൻസ്ഡിൻ്റെ എഡിറ്റിംഗ് സീരീസിൻ്റെ പാർട്ട് 2 എല്ലാവർക്കും സ്വാഗതം. സോ ഫസ്റ്റ് പാർട്ട് ഇട്ടിട്ട് ആൾമോസ്റ്റ് കുറേ ദിവസമായി എന്നറിയാം. ഞാൻ സെക്കൻഡ് പാർട്ട് ഷൂട്ട് ചെയ്യുന്നതിനിടയ്ക്ക് എൻ്റെ ലൈറ്റൊക്കെ ചാടി, ലൈറ്റും കാര്യങ്ങളൊക്കെ പോയി. സോ ലൈറ്റ് റെഡിയാക്കാൻ വേണ്ടിയിട്ടായിരുന്നു കുറച്ച് ദിവസം വെയിറ്റ് ചെയ്ത്. ബട്ട് ലൈറ്റ് ഇനിയിപ്പോൾ റിട്ടേൺ കൊടുത്തിട്ടേ ഉള്ളൂ. അവർ റെഡിയാക്കി അയക്കാൻ കുറേ ടൈം എടുക്കും. സോ ഞാൻ ഇപ്പോൾ ഔട്ട്ഡോറിൽ നിന്നിട്ടാണ് ഷൂട്ട് ചെയ്യുന്നത്. സോ നമ്മൾ ഇന്നത്തെ പാർട്ടിൽ നമ്മൾ കളർ ഗ്രേഡിംഗ് ആണ് പഠിപ്പിക്കാനായിട്ട് പോകുന്നത്. നമ്മൾ ഇനിയുള്ള പാർട്ട് ഇങ്ങനെ ഓരോ ടോപ്പിക്സ് ആയിട്ടായിരിക്കും പഠിപ്പിക്കുന്നത്. ബിക്കോസ് വീഡിയോ അധികം ലെങ്ത് ആക്കാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കളർ ഗ്രേഡിങ്ങിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും പറയും. സോ നെക്സ്റ്റ് പാർട്ടുകളൊക്കെ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് അപ്ലോഡ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. അപ്പോൾ ഈ ഒരു പാർട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഫുള്ളായിട്ട് വാച്ച് ചെയ്യാനായിട്ട് നോക്കുക. ഓക്കെ. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി, ഞാൻ ക്ലിയർ ആക്കി തരാം. സോ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. ഫസ്റ്റ് പാർട്ട് കാണാത്തവരാണെങ്കിൽ നിങ്ങൾ എന്തായാലും പോയി ഫസ്റ്റ് പാർട്ട് ആദ്യം കാണും. അപ്പോൾ നിങ്ങൾ ആദ്യം VPN കണക്ട് ചെയ്തിട്ട് നേരെ നമ്മുടെ ക്യാപ് കട്ട് ഓപ്പൺ ചെയ്യാം. ഇത് നിങ്ങൾക്ക് കളർ ഗ്രേഡ് ചെയ്യേണ്ട ആ ഒരു വീഡിയോ ജസ്റ്റ് ഇതിലോട്ടൊന്ന് ഇമ്പോർട്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ ഇമ്പോർട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സോ ഞാൻ ഈ ഒരു വീഡിയോ ആണ് നിങ്ങൾക്ക് ജസ്റ്റ് എന്ത് ചെയ്യുക, കളർ ഗ്രേഡ് ചെയ്ത് കാണിച്ചു തരാം. ആദ്യം നമുക്ക് കളർ ഗ്രേഡിങ്ങിൻ്റെ ഓപ്ഷൻ ഇവിടെ അഡ്ജസ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാം. സോ അതൊന്ന് ഓപ്പൺ ചെയ്യാം. ഇവിടെ നിങ്ങൾക്ക് ഫസ്റ്റ് കാണുന്ന ഓപ്ഷനാണ് ബ്രൈറ്റ്നസ്. ബ്രൈറ്റ്നസ് നമ്മുടെ വീഡിയോൻ്റെ ബ്രൈറ്റ്നസ്, അതായത് ആ ഒരു ബ്രൈറ്റ്നസ് കുറവുള്ളൊരു വീഡിയോ ആണ്, അല്ലെങ്കിൽ വെളിച്ചം കുറവുള്ളൊരു വീഡിയോ ആണെന്നുണ്ടെങ്കിൽ അതിൽ ആ ഒരു ലൈറ്റ്നസ് ഇൻക്രീസ് ചെയ്യാനും ഡിക്രീസ് ചെയ്യാനാണ് നമ്മൾ ഈ ഒരു ബ്രൈറ്റ്നസ് ഓപ്ഷൻ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ എൻ്റെ വീഡിയോയിൽ ബ്രൈറ്റ്നസ് ഇച്ചിരി കുറവാണ്. സോ ഞാൻ കുറച്ച് ഇൻക്രീസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കോൺട്രാസ്റ്റ്, നമ്മുടെ വീഡിയോൻ്റെ ആ ഒരു കളർ ഇൻക്രീസ് ചെയ്യാനിപ്പോൾ എൻ്റെ വീഡിയോ കുറച്ച് വൈറ്റ് ആയിട്ടാണ് നിങ്ങൾക്ക് കാണുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ കളറൊന്നും അത്ര ഇതില്ല, അതൊരു ഡാർക്ക്നെസ് ഇല്ല വീഡിയോക്ക്. അപ്പോൾ കുറച്ചൊരു ഡാർക്ക്നെസ് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീഡിയോ കുറച്ച് ഡാർക്ക് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതുപോലെ തന്നെ ലൈറ്റ് ആക്കി കൊടുക്കാം. ഇപ്പോൾ എൻ്റെ വീഡിയോ കുറച്ച് ലൈറ്റ് ആണ്. സോ ഇതൊന്ന് ഞാൻ ഡാർക്ക് ആക്കി കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ എൻ്റെ ബിഫോർ ആൻഡ് ആഫ്റ്റർ നിങ്ങൾക്ക് കാണാം, ഇത്രയും ചേഞ്ച് ആയി കോൺട്രാസ്റ്റ് ഇൻക്രീസ് ചെയ്തപ്പോൾ തന്നെ. സോ ഞാൻ ജസ്റ്റ് എൻ്റെ വീഡിയോക്ക് വേണ്ടിയിട്ടുള്ള ഒരു കോൺട്രാസ്റ്റ് ജസ്റ്റ് ഇൻക്രീസ് ആയി കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് വരുന്നത് സാച്ചുറേഷൻ ആണ്. സാച്ചുറേഷൻ നമ്മുടെ വീഡിയോസിലെ കളറിൻ്റെ ഇൻറ്റൻസിറ്റി കൂട്ടാനും കുറക്കാനാണ്. സോ ഇപ്പോൾ ഇവിടെ കളർ കൂടുന്നത് നിങ്ങൾക്ക് കാണാം. ഇത് ഇൻക്രീസ് ചെയ്യുമ്പോൾ സാച്ചുറേഷൻ കുറച്ച് കഴിഞ്ഞാൽ ഇതുപോലെ നമ്മൾ വീഡിയോസിലെ കളറെല്ലാം പോവും. ഫുൾ കുറച്ച് കഴിഞ്ഞാൽ ഇത് കളർ കുറച്ച് കുറക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇതുപോലെ ആക്കാം. നിങ്ങളുടെ വീഡിയോയിലെ കളർ ഇൻക്രീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സാച്ചുറേഷൻ ഇൻക്രീസ് ചെയ്ത് കൊടുക്കാം. സോ ഞാൻ ജസ്റ്റ് ഇവിടെ കുറച്ച് ഇൻക്രീസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് വരുന്നത് ബ്രില്യൻസ് ആണ്. ബ്രില്യൻസും ആൾമോസ്റ്റ് ബ്രൈറ്റ്നസിൻ്റെ സെയിം യൂസ് തന്നെയാണ്. നമ്മൾ വീഡിയോയിലെ ലൈറ്റിംഗ് ഇൻക്രീസ് ചെയ്യാൻ ഡിക്രീസ് ചെയ്യാനാണ്. സോ ഞാൻ ഇവിടെ കുറച്ച് ഒരു -3 വെക്കുന്നുണ്ട്. വീഡിയോക്ക് ഇച്ചിരി ലൈറ്റിംഗ് കുറക്കണം. സോ നെക്സ്റ്റ് വരുന്നത് ഷാർപ്പണാണ്. നമ്മളെ വീഡിയോ ക്വാളിറ്റി ഒക്കെ കുറവാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഈ ഷാർപ്പൺ എന്ന് പറഞ്ഞ ഫീച്ചർ യൂസ് ചെയ്തിട്ട് നിങ്ങൾ വീഡിയോസിൻ്റെ ക്വാളിറ്റി കൂട്ടാനായിട്ട് പറ്റും കേട്ടോ. നമ്മൾ വീഡിയോസിൻ്റെ പിക്സലിലെ ഷാർപ്പൺ കൊണ്ടുവരാനാണ് നമ്മൾ ഈ ഒരു ഷാർപ്പൺ ഫീച്ചർ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾക്കിവിടെ കാണാം, എൻ്റെ വീഡിയോ അത്യാവശ്യം ക്ലിയർ ഉണ്ട്, എന്നാലും ഞാൻ ഇച്ചിരി ഷാർപ്പൺ ഇൻക്രീസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ക്ലാരിറ്റിയും ആൾമോസ്റ്റ് അതിന് തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, വീഡിയോൻ്റെ ക്വാളിറ്റി ഇൻക്രീസ് ചെയ്യാനാണ്. സോ നിങ്ങളുടെ വീഡിയോക്ക് കുറച്ച് ക്ലാരിറ്റി കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ക്ലാരിറ്റി എന്ന് പറഞ്ഞ സാധനം ഇൻക്രീസ് ചെയ്താൽ നിങ്ങൾക്ക് കുറച്ച് ഇവിടെ ഡിഫറൻസ് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. കുറച്ചുകൂടി ഒരു അതിൻ്റെ പിക്സൽസൊക്കെ കുറച്ച് ഷാർപ്പണായി വരുന്നത് നിങ്ങൾക്ക് കാണാം. സോ ഇതിനെ കുറച്ച് ഇൻക്രീസ് ചെയ്ത് വെക്കുന്നുണ്ട്. നെക്സ്റ്റ് വരുന്നത് HSL ആണ്. HSL നമ്മുടെ വീഡിയോയിലുള്ള ഓരോ കളറിൻ്റെയും ആ കളർ ചേഞ്ച് ചെയ്യാനും ആ കളറിൻ്റെ സാച്ചുറേഷനും ലൈറ്റ്നസ് ഒക്കെ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് HSL യൂസ് ചെയ്യുന്നത്. എൻ്റെ വീഡിയോസിലൂടെ മെയിനായിട്ടുള്ളൊരു കളർ ഗ്രീനാണ്. അപ്പോൾ ഇതായി മരങ്ങളൊക്കെ കളറാണ്. സോ അതെനിക്കൊരു യെല്ലോ കളർ ആക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇവിടെ നമുക്ക് മേലത്തെ ഹ്യൂ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ യെല്ലോയും ബ്ലൂ എല്ലാം ആക്കി മാറ്റാനായിട്ട് പറ്റും. നമ്മുടെ ആ ഒരു ഇതിൻ്റെ കളർ നമുക്ക് ഇതുപോലെ മേലെ ഹ്യൂ എന്ന ഇത് ചേഞ്ച് ചെയ്യുന്നതിലൂടെ ആ ഒരു ഗ്രീനിൻ്റെ കളർ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇനി അതിൻ്റെ സാച്ചുറേഷൻ കുറക്കണം, അതായത് എനിക്കതൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കണം, ഒരു ഗ്രീൻ കളർ മാത്രം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗ്രീൻ സെലക്ട് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ സാച്ചുറേഷൻ ഫുൾ കുറച്ച് കഴിഞ്ഞാൽ ആ ഒരു ഭാഗം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയി. നിങ്ങൾക്ക് അതിൻ്റെ കളർ ഇൻക്രീസ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ഗ്രീനെ സെലക്ട് ചെയ്തിട്ട് ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, അതിൻ്റെ സാച്ചുറേഷൻ ഒന്ന് ഇൻക്രീസ് ചെയ്ത് കൊടുത്താൽ മതി. സോ എനിക്കിവിടെ ഞാൻ ജസ്റ്റ് എന്ത് ചെയ്യുന്നത്, കുറച്ച് ഇൻക്രീസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ലൈറ്റ്നസ് എന്ന് പറയുന്നത് ആ ഒരു കളർ എത്രത്തോളം ഡാർക്ക് ആയിട്ടാണോ ലൈറ്റ് ആയിട്ടാണോ നിങ്ങൾക്ക് വേണ്ടതാണ് ഈ ലൈറ്റ്നസ് നിങ്ങളെ സെറ്റ് ചെയ്യേണ്ടത്. നിങ്ങളുടെ വീഡിയോൻ്റെ ആ ഒരു കളർ നിങ്ങൾക്ക് കുറച്ച് ഡാർക്കായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ലൈറ്റ്നസ് ഡിക്രീസ് ചെയ്ത് കൊടുക്കുക. കുറച്ച് ലൈറ്റായിട്ട് മതി ആ കളർ എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ലൈറ്റ്നസ് ഇൻക്രീസ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ നിങ്ങൾക്ക് ഇതിലുള്ള കളേഴ്സ് എല്ലാം നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. നിങ്ങളുടെ വീഡിയോസിൽ ഏത് കളറാണോ ഉള്ളത് ആ കളർ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും. സോ എൻ്റെ ഇതിൽ ബ്ലൂ കളറുണ്ട്. അപ്പോൾ സ്കൈയിൻ്റെ കളറൊക്കെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്യാം, ഡിക്രീസ് ഇൻക്രീസ് ചെയ്യുക. അതുപോലെ തന്നെ ഇവിടെ കളർ ചേഞ്ച് ചെയ്യാം. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ കണ്ടോ, ജസ്റ്റ് കളർ ചേഞ്ച് ചെയ്യുമ്പോൾ വ്യത്യാസം വരുന്നത്. സോ നിങ്ങളുടെ വീഡിയോസിലുള്ള കളർ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്യാനൊക്കെ പറ്റും കേട്ടോ. അപ്പോൾ എനിക്കിതാ ഇതുപോലെ ഞാൻ ജസ്റ്റ് ഒന്ന് കുറച്ച് കൊടുക്കുന്നുണ്ട്. സോ അതാണ് HSL മെയിൻലി. ഇനി ഗ്രാഫാണ്. ഗ്രാഫ് നമ്മുടെ വീഡിയോസ് ഇവിടെ
3 ടൈപ്പാണ് വരുന്നത്. അതിൽ ഫസ്റ്റ് വരുന്നത് ഹൈലൈറ്റ്സ് ആണ്, പിന്നെ വരുന്നത് മിഡ് ടോൺസ് ആണ്, പിന്നെ ഷാഡോസ് ആണ് വരുന്നത്. സോ ഇതെല്ലാം സ്പെസിഫിക്കായി ഓരോ പാർട്ടി നമുക്ക് ഓരോ കളറായിട്ട് നമുക്കതിൻ്റെ ഹൈലൈറ്റ്സും ഷാഡോസും അതുപോലെ തന്നെ മിഡ് ടോണൊക്കെ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഗ്രാഫ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ ഈ ഒരു വൈറ്റ് കളറിൽ അതിൻ്റെ ഹൈലൈറ്റ്സ് ഞാൻ ജസ്റ്റ് കുറച്ച് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ലൈറ്റ്നെസ് നിങ്ങൾക്ക് മാറുന്നത് കാണാം. എനിക്കിവിടെ ഹൈലൈറ്റ്സ് ഇച്ചിരി കൂട്ടി കൊടുക്കണം. സോ ഞാൻ അവിടെ ജസ്റ്റ് കൂട്ടി കൊടുത്തിട്ടുണ്ട്. ഇനി എനിക്കിവിടെ മിഡ് ടോൺ ആണ്. മിഡ് ടോൺ ചേഞ്ച് ചെയ്യുമ്പോൾ ആ ഒരു കളർ ഇൻക്രീസ് ചെയ്യുന്നതും ഡിക്രീസ് ആവുന്നത് നിങ്ങൾക്ക് കാണാം. സോ നിങ്ങൾ വീഡിയോക്ക് അനുസരിച്ച് ആ കളർ ഇൻക്രീസ് ചെയ്ത് ഡിക്രീസ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഷാഡോസ് ആണ്. ഷാഡോസ് കുറക്കുമ്പോൾ കുറച്ച് ഡാർക്ക് ആവുന്നതായിട്ട് കാണാം. ആൻഡ് ഇൻക്രീസ് ചെയ്യുമ്പോൾ കുറച്ച് വൈറ്റ് കുറച്ച് ലൈറ്റ് ആവുന്ന നിങ്ങൾക്ക് കാണാം. സോ നിങ്ങൾ വീഡിയോക്ക് അനുസരിച്ച് അതൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ നിങ്ങൾക്ക് റെഡും സെറ്റ് ചെയ്യാം. റെഡ് 3 ഇതുപോലെ ഇങ്ങനെ വെക്കാം. അതിനുശേഷം നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. ഇത് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ റെഡും ഡിക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഗ്രീൻ ടച്ച് വരും. അത് കളർ ഗ്രേഡ് നമ്മളെ മാസ്കിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് പകരം ഇങ്ങനെ ചെയ്യാനായിട്ട് പറ്റും നിങ്ങൾക്ക്. കണ്ട ഇതുപോലെ സെറ്റ് ചെയ്യാണ്ട് പറ്റും കേട്ടോ. കുറേ അധികം കളറുണ്ട്. സോ എനിക്ക് വേണ്ട പോലെ സെറ്റ് ചെയ്യാണ്ട് പറ്റും. സോ നെക്സ്റ്റ് വരുന്നത് ഗ്രാഫ് അത്രേ ഉള്ളൂ കേട്ടോ. ഇനി നെക്സ്റ്റ് വരുന്നത് നമ്മുടെ ഹൈലൈറ്റ്സ് ആണ്. ഹൈലൈറ്റ്സ് ഇൻക്രീസ് ചെയ്യുന്നത് നമ്മുടെ വീഡിയോയിൽ ഓരോ ഒബ്ജക്റ്റും കുറച്ചുകൂടി ക്ലിയറായി കാണാൻ വേണ്ടിയിട്ടാട്ടോ. ഇത് ഡിക്രീസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം, ഇത് ഇൻക്രീസ് ചെയ്യുന്നതിൻ്റെ ചേഞ്ച് നിങ്ങൾക്ക് മനസ്സിലാവും. എല്ലാ ഒബ്ജക്റ്റും കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഹൈലൈറ്റ്സ് ഇൻക്രീസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഷാഡോസ് ആണ്. നമ്മളെ വീഡിയോനെ കുറച്ച് ഡാർക്ക് ആക്കാനും ഇത് ഇൻക്രീസ് ചെയ്താൽ കുറച്ച് വൈറ്റ് ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നു. നേരത്തെ നമ്മൾ ഗ്രാഫിൽ ചെയ്ത സെയിം പരിപാടി തന്നെയാണ് നമുക്കിവിടെ ചെയ്യാൻ പറ്റുന്നത്. പക്ഷേ ഇത് ഓൾ വീഡിയോ ചേഞ്ച് ആവും. മറ്റേത് നമുക്ക് ഓരോ കളർ വൈസ് ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. സോ നെക്സ്റ്റ് വൈറ്റ്സ് ഇൻക്രീസ് ചെയ്യാം. അതായത് നമ്മൾ വീഡിയോൻ്റെ വൈറ്റ് പാർട്ടുകളുടെ ആ ഒരു ബ്രൈറ്റ്നസ് ഇൻക്രീസ് ചെയ്യാൻ നമുക്ക് വൈറ്റ്സ് യൂസ് ചെയ്യാം. നിങ്ങൾക്ക് ബ്ലാക്ക്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ വീഡിയോൻ്റെ ബ്ലാക്ക് പാർട്ടുകൾ എന്താവും ഇൻക്രീസ് ആവും ഡിക്രീസ് ആവുക ചെയ്യാനായിട്ട് പറ്റുള്ളൂ നിങ്ങൾക്ക്. നെക്സ്റ്റ് വരുന്നത് ടെമ്പറേച്ചറാണ്. ടെമ്പറേച്ചറിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ വീഡിയോൻ്റെ ആ ഒരു കളർ ടോൺ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ട് ചേഞ്ച് ചെയ്യാം. ടെമ്പറേച്ചർ ഡിക്രീസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു ബ്ലൂ ടോൺ കിട്ടും. അതുപോലെ തന്നെ ഇൻക്രീസ് ചെയ്ത് തന്നെ നിങ്ങൾക്ക് ഒരു യെല്ലോയിഷ് ഒരു കുറച്ച് വേറെ ടൈപ്പ് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഈ ഒരു ടോണിലോട്ടായിരിക്കും നിങ്ങൾ വീഡിയോ ചേഞ്ച് ആവുന്നത്. നെക്സ്റ്റ് ഹ്യൂ ആണ്. ഹ്യൂ നമ്മൾ ടെമ്പറേച്ചറിൻ്റെ പോലെ തന്നെ നിങ്ങൾ വീഡിയോൻ്റെ കളറിൽ ചേഞ്ചസ് വരുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഹ്യൂ ഉപയോഗിക്കുന്നത്. ഫെയ്ഡും ഇതുപോലെ ഈ ഒരു വൈറ്റ് ഒരു കോൺട്രാസ്റ്റിൻ്റെ പോലത്തെ ഒരു സംഭവമാണ് ഫെയ്ഡ്. ബട്ട് അത് മെയിൻലി നമുക്ക് കളർ ഗ്രേഡിങ് അത് യൂസ് ചെയ്യാറില്ല. പിന്നെ വിഗ്നെറ്റ് എന്ന് പറയുന്നത് നമ്മുടെ വീഡിയോൻ്റെ ചുറ്റും വരുന്ന ഒരു ഡാർക്ക്നെസ് കണ്ടോ, അത് ഇൻക്രീസ് ചെയ്യാനും ഡിക്രീസ് ചെയ്യാനും കേട്ടോ. ഇത് ഡിക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ വൈറ്റ് പാർട്ടായിരിക്കും വീഡിയോ ചുറ്റോറും വരുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോൻ്റെ ഒരു എല്ലാ കോർണേഴ്സും ജസ്റ്റ് ഒന്ന് ഡാർക്ക് ആക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു വിഗ്നെറ്റ് ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, ഇൻക്രീസ് ചെയ്ത് കൊടുക്കാനായിട്ട് മതി കേട്ടോ. ഗ്രെയിൻ എന്ന് പറയുന്നത് നമ്മുടെ വീഡിയോസിൽ ഇതുപോലെ ഒരു ചെറിയ ഈ ഒരു സംഭവം ഗ്രെയിൻ കൊണ്ടുവന്നിരുന്നതാണ് ഗ്രെയിൻ എന്ന് പറയുന്നത്. സോ ഇത് മെയിൻലി കളർ ഗ്രേഡിങ്ങിന് അത്ര ആവശ്യമുള്ളൊരു സാധനമല്ല. ഓക്കെ, സോ ഇത്രേ ഉള്ളൂ നമ്മൾ ഈ അഡ്ജസ്റ്റിൽ വരുന്നത്. പിന്നെ നിങ്ങൾക്ക് ഇതിൽ കുറേ അധികം ഫിൽറ്റേഴ്സ് അവൈലബിൾ ആട്ടോ. നിങ്ങൾക്ക് നിങ്ങളുടെ വീഡിയോസിന് പറ്റിയ ഫിൽറ്ററൊക്കെ ഇതിൽ നിന്ന് സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല റിസൾട്ട് കിട്ടുന്ന ഫിൽറ്റേഴ്സ് നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ജസ്റ്റ് ഈ ഒരു ഫിൽറ്റർ സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് നിങ്ങൾക്ക് അടിയിൽ തന്നെ വരുന്നുണ്ട്. അതിൻ്റെ ഇൻറ്റൻസിറ്റി കൂട്ടാനും കുറക്കാനൊക്കെ നിങ്ങൾക്ക് അടിയിൽ പറ്റും കേട്ടോ. സോ ഇത്രയാണ് നമ്മൾ വീഡിയോ എഡിറ്റിങ്ങിൻ്റെ കളർ ഗ്രേഡിങ്ങിൻ്റെ ഒരു കാര്യത്തിൽ വരുന്നത്. ഇനി നമുക്ക് കളർ ഗ്രേഡിങ്ങിന് കുറച്ച് എഫക്ട്സ് ഒക്കെ യൂസ് ചെയ്യാനായിട്ട് പറ്റും. അത് ഏതൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് വരുന്നത് സോഫ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എഫക്റ്റാണ്. ഒരു സോഫ്റ്റ് ഗ്ലോ എഫക്റ്റ് നമ്മൾ വീഡിയോസിൽ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ഈ സോഫ്റ്റ് എഫക്റ്റ് യൂസ് ചെയ്യാം. നിങ്ങൾ വീഡിയോക്ക് അനുസരിച്ചിട്ട് അതിൻ്റെ ഇൻറ്റൻസിറ്റി കൂട്ടിയും കുറച്ച് സെറ്റ് ചെയ്ത് കൊടുക്കാം. സോ നെക്സ്റ്റ് വരുന്നത് കളർലെസ് ഫ്ലാഷ് ആണ്. അതിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കളർലെസ് ഫ്ലാഷ് എന്ന് ജസ്റ്റ് ഒന്ന് ആ എഫക്ട്സ് പോയി സെർച്ച് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലൊരു എഫക്റ്റ് കിട്ടും. സോ ഒരു എഫക്റ്റ് സെലക്ട് ചെയ്യാം. എന്നിട്ട് നിങ്ങൾ അഡ്ജസ്റ്റിൽ പോവുക. അഡ്ജസ്റ്റിൽ പോയിട്ട് ഈ കളർ എന്ത് ചെയ്യുക, നിങ്ങൾ 100 ആക്കി വെക്കുക. അതിനുശേഷം റേഞ്ച് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ വീഡിയോക്ക് അനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. അതിന് മുന്നേ നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം സ്പീഡ് എന്ത് ചെയ്യുക, 0 ആക്കി വെക്കണം കേട്ടോ. അല്ലെങ്കിൽ ആ ഒരു ഷെയ്ക്ക് എഫക്റ്റ് വരും. പിന്നെ നിങ്ങൾ അറ്റ്മോസ്ഫിയർ 100 ആക്കി വെക്കണം. അതുപോലെ തന്നെ റേഞ്ച് നിങ്ങൾക്ക് വേണ്ട രീതിയിൽ ആ ഗ്ലോ എത്രത്തോളം നിങ്ങൾക്ക് വേണം അതിനനുസരിച്ച് സെറ്റ് ചെയ്ത് വെക്കാം. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കളർ ഗ്രേഡിങ്ങിൽ മെയിനായിട്ട് ചെയ്യുന്നത്. ഇനി എനിക്ക് ബിഫോർ ആൻഡ് ആഫ്റ്റർ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. സോ ഇതാണ് ബിഫോർ വരുന്നത് ആൻഡ് ദിസ് ഈസ് ആഫ്റ്റർ. ഇപ്പോൾ ഞാൻ പറയുന്ന സമയം കൊണ്ട് ഒരു ചെറിയൊരു കളർ ഗ്രേഡിങ് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരും കൂടെ ചെയ്തിട്ടുണ്ട്. സോ ഇത്രയുള്ള നമുക്ക് കളർ ഗ്രേഡിങ്ങിൻ്റെ ഒരു പാർട്ടിൽ വരുന്നത്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല രീതിയിൽ കളർ ഗ്രേഡിംഗ് എല്ലാം ചെയ്യാനായിട്ട് പറ്റും. പിന്നെ നിങ്ങൾ എക്സ്പോർട്ട് ചെയ്യുമ്പോൾ നല്ല ക്വാളിറ്റിയിൽ എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കാണിച്ചു തരാം. 1080p 30 FPS ഓർ 60 FPS 60 FPS ഇട്ടോ. എന്നിട്ട് ഒപ്റ്റിക്കൽ ഫ്ലോ എനേബിൾ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, എക്സ്പോർട്ട് ചെയ്യാം. ഇത്രേ ഉള്ളൂ. നമ്മൾ എക്സ്പോർട്ട് ചെയ്തതിന് ശേഷം ഈ വിങ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് ആപ്പ് സ്റ്റോറിലും അതുപോലെ തന്നെ നമ്മുടെ ഇതിലെല്ലാം അവൈലബിൾ ആണ്. മറ്റേ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് കൊടുത്താൽ, ക്രോമിലൊക്കെ സെർച്ച് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് ആൻഡ്രോയിഡിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. വിങ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് നിർബന്ധമില്ല കേട്ടോ. നിങ്ങൾക്ക് നിങ്ങളുടെ വീഡിയോൻ്റെ ക്വാളിറ്റി കൂട്ടാൻ മാത്രം ഇത് യൂസ് ചെയ്യാം. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ന്യൂ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. നിങ്ങളിപ്പോൾ എക്സ്പോർട്ട് ചെയ്ത ഒരു വീഡിയോ എന്ത് ചെയ്താൽ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുക. സോ ഞാൻ ഇവിടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് അൾട്രാ HD എന്ന് കാണാം. അതിലോട്ട് എന്ത് ചെയ്താൽ മതി, ക്വാളിറ്റി റീസ്റ്റോറേഷൻ എന്ന് പറഞ്ഞ സംഭവമുണ്ട്. അതും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ വീഡിയോസിൻ്റെ ക്വാളിറ്റി നല്ല രീതിയിൽ ഇൻക്രീസ് ചെയ്തിട്ട്
നിങ്ങൾക്ക് എന്തായാലും കിട്ടുന്നതായിരിക്കും. സോ എന്നിട്ട് നിങ്ങൾക്ക് അത് ഇൻസ്റ്റാഗ്രാമിലോ യൂട്യൂബിലൊക്കെ അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റും. സോ നമ്മൾ പാർട്ട് 2 വീഡിയോ ഇത്രേ ഉള്ളൂ ഗൈസ്. ഇനി അടുത്ത പാർട്ട് ഏത് വേണമെന്ന് ഞാൻ നിങ്ങൾക്ക് വിട്ടുതരികയാണ്. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഡൗട്ട് ഉള്ളതും ഏറ്റവും കൂടുതൽ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആ ഒരു പാർട്ട്, എഡിറ്റിങ്ങിൽ ഏത് പാർട്ടാണോ അത് ജസ്റ്റ് എന്ത് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പാർട്ടിൻ്റെ എക്സ്പ്ലെയിൻ ചെയ്ത് എല്ലാം പഠിപ്പിച്ച് തരുന്ന ഒരു വീഡിയോ ആയിരിക്കും നമ്മൾ നെക്സ്റ്റ് പാർട്ടായിട്ട് ഇറക്കാനായിട്ട് പോകുന്നത്. സോ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിലും ജസ്റ്റ് എന്ത് ചെയ്യുക, നമ്മൾ കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണം. നിങ്ങൾ വീഡിയോ എഡിറ്റിംഗ് പഠിക്കാൻ താല്പര്യമുള്ള ഫ്രണ്ട്സിനും കൂടെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്തോ. സോ ഈ ഒരു സീരീസ് കംപ്ലീറ്റ് ചെയ്യുന്നതിലൂടെ നിങ്ങൾ എന്തായാലും ഒരു പ്രോ എഡിറ്റർ ആവുമെന്ന് ഞാൻ ഉറപ്പുവരാം. സോ അപ്പോൾ അടുത്ത പാർട്ടായിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ കാണാം. ബൈ ഗൈസ്.